സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നടക്കുകയാണ്. ഈ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ദേശീയ തലത്തിൽ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന 1800 ചില്ലാൻ കേസുകളിൽ 1600-ലധികം കേസുകൾ കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. 4 മരണമുണ്ടായി. ഇന്നലെ 111 കേസുണ്ടായി. ഇന്നലെ ഒരു മരണമുണ്ടായി. എന്താണ് സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത്? എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒമിക്രോണിന്റെ വകഭേദം അതിലെ 89% കേസുകൾ കേരളത്തിലാണ്. തമിഴ്നാട് പോലും ഗവൺമെന്റ് പോലും ജാഗ്രതയോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. നവകേരള സദസ്സ് നടക്കുന്നതുകൊണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് സർക്കാർ കാത്തിരിക്കുകയാണ്. അത് ശരിയാണോ? അത് അപ്പൊ കോവിഡ് സംബന്ധിച്ച കോവിഡിന്റെ പുതിയ ഒമിക്രോണിന്റെ പുതിയ വകഭേദത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ 1800-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 1600-ലധികം കേസുകൾ കേരളത്തിലാണ്. എന്നിട്ടും ഒരു ജാഗ്രതയില്ലാതെ സർക്കാർ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അറിയില്ല. അതിൽ അപകടകരമായ രീതിയിലേക്കും പോവുകയാണ്. 4 മരണം സംഭവിച്ചില്ലേ? അപ്പൊ നവകേരള സദസ്സ് തീർന്നിട്ട് മതി കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനം തുടങ്ങാനെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ശരിയല്ല. അടിയന്തരമായി ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണം. ജനങ്ങൾ പരിഭ്രാന്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായ മുന്നറിയിപ്പുകളും കൃത്യമായ നടപടികളും ആരംഭിക്കണം എന്നാവശ്യപ്പെടുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയുടെ വലിയ തമാശയാണ്. മുഖ്യമന്ത്രി ഇപ്പം ധർമ്മം പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കരിങ്കുടി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടുവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ പറയണത് കരിങ്കുടി കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും കരിങ്കുടി കാണിച്ച പാവം കുട്ടികളെ മുഴുവൻ അടിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മുഖ്യമന്ത്രി, അതിനെ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി, ഇപ്പോ ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചല്ലാണ് പ്രശ്നം. ഗവർണർക്കെതിരായിട്ട് ആര് പ്രതിഷേധിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ SFIക്കാർ കരിങ്കുടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും KSUക്കാർ കരിങ്കുടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്ക്വാഡും എന്ന് വകതിരിക്കുന്നുണ്ടല്ലോ, രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ. അതിൽ എന്തർത്ഥമാണുള്ളത്? പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിച്ചത്. പോലീസ് ആക്രമിച്ചു. പോലീസ് എങ്ങനെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത്? ചേർത്ത് വിളിച്ചു, മോനെ നീ വിഷമിക്കല്ലേ, നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്താൽ നന്നായിരുന്നു. ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു കരയായിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് SFI സംസ്ഥാന സെക്രട്ടറി കൊണ്ടുപോയത്, ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. ഒരു വശത്ത് ഇത് കാണിക്കുക, സ്വന്തം ആളുകളോട് സ്നേഹപൂർവ്വം പോലീസ് മോളെ കരയല്ലേ, മോനെ കരയല്ലേ, വിഷമിക്കല്ലേ, നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടുപോകുന്നു. ഈ നാട്യവും ഈ അഭിനയവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മറന്നുപോയി. 2 രീതിയാണ്. മറ്റേത് ക്രിമിനലുകളെ കൊണ്ട് പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ആളുകളെ തല്ലുക, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ടിൽ പോകുന്ന ആളുകളെ കൊണ്ട്. കല്യാശ്ശേരി മുതൽ പത്തനംതിട്ട വരെ നടന്നത് അതാണ്, അക്രമമാണ് നടന്നത്. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കരിങ്കൊടി കാണിക്കുകയോ ഏത് വിഷയം പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. 2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ഈ ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുന്നതാണ്. അത് ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ? ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട്, സംഘപരിവാറുകാരൻ. ആ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്കെ ചങ്ങായിമാരായിരുന്നു. അന്ന് ഗവർണർ പറഞ്ഞ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് നിയമിച്ചു കൊടുത്തു. അന്ന് ഞങ്ങൾ എതിർത്താണ്, ചെയ്യരുതെന്ന് പറഞ്ഞാണ്. അന്ന് ഗവർണറും ആയിട്ട് ഒരുമിച്ച് ഗവർണറെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ചെയ്യും. ഇപ്പൊ എപ്പോഴാ സംഘപരിവാർ ബോധം ഉണ്ടായത്, വിരുദ്ധ ബോധം ഉണ്ടായത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ സഖാക്കന്മാരല്ലേ ഗോൾവാൾക്കറിന്റെ പുസ്തകം പഠിക്കണം, VD സവർക്കറിന്റെ പുസ്തകം പഠിപ്പിക്കണം എന്ന് കുട്ടികളോട് നിർദ്ദേശിച്ചതും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തിയതും ഈ CPM നേതാക്കളല്ലേ? അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു? ഇതൊരു നാടകമാണ്. കാരണം നവകേരള സദസ്സ് ജനവിരുദ്ധമായി, ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വെറുത്തൊരു മന്ത്രിസഭ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ രോഷം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ട് ചെയ്യാണ്, വിഷയം ഡൈവേർട്ട് ചെയ്യാണ്. വിഷയത്തിൽ നിന്ന് മാറി
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്തേക്ക് ഈ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോവാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച മതി എന്നുള്ള രീതിയിലായി നവകേരള സദസ്സ് വഷളായി. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത് എന്റെ ഗവൺമെന്റ് ആരെയും ആക്രമിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇപ്പൊ വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ട് അതിന്റെ പുറകെ വന്ന വണ്ടിയിൽ നിന്നല്ലേ ഇറങ്ങി വന്നത്. ഈ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ വിഷ്വലിലൂടെ കൊണ്ടുവന്നത് ഈ മുഖ്യമന്ത്രിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ എന്തിനാ പിന്നെ ആ കസേരയിലിരിക്കുന്നത്? എന്തിനാ കസേരയിലിരിക്കുന്നത്? ഇങ്ങനെ കള്ളം പറയാൻ വാ തുറക്കുന്നത് മുഴുവൻ കള്ളം പറയാൻ വേണ്ടിയിട്ടായല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഗൺമാൻ അയാളുടെ മുഖവും അയാൾ അടിക്കുന്നതും കൂടെ വന്ന സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളെ അടിക്കുന്നതും കേരളം മുഴുവൻ കണ്ടിട്ട് കാണാത്ത കേരളത്തിൽ ഒരാളെ അല്ല ഈ മുഖ്യമന്ത്രി മാത്രം. ഇദ്ദേഹം ഇങ്ങനെ കള്ളം പറയാ, അത് ഗൺമാൻ അടിക്കുന്നത്. മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ കൂടെ പോകേണ്ട ആളാ ഗൺമാൻ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയതിനു ശേഷം പുറകിൽ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ആ ഗൺമാൻ അടിക്കുന്നത്. എല്ലാവരും കണ്ടതല്ലേ? ഇദ്ദേഹം മാത്രം കാണാത്തത്, ഇദ്ദേഹം മാത്രം കാണാത്തത്. ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? KSUക്കാർ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാമോ? അല്ല, ഞങ്ങൾ UDF പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ ഗവർണർക്കെതിരായിട്ട്, സംഘപരിവാറിന്റെ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതിനെതിരായി. ഞങ്ങളിപ്പോ KSUക്കാർ ഇപ്പൊ നവകേരള സദസ്സിനെതിരായിട്ടാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം നടക്കട്ടെ. UDFന്റെ നിലപാട് ശക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗവർണർ ചെയ്യുന്ന കാര്യം. അതിപ്പോ തുടങ്ങിയതല്ല. ഞങ്ങൾ ഗവർണർക്കെതിരായി. ഈ ഗവർണർ ഈ സംസ്ഥാനത്ത് ഏറ്റവും മോശമായിട്ട് സംസാരിച്ച ആരെക്കുറിച്ചാണ്? എന്നെക്കുറിച്ചാണ്. കാരണം ഗവർണറുടെ നടപടികളെ ഏറ്റവും ശക്തമായി വിമർശിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അന്ന് ഇവര് കെട്ടിപ്പിടിച്ച് നടക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതറിയില്ലേ? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയുധം ഉപയോഗിച്ചാണ് താങ്കൾ പറഞ്ഞത്. എന്ത് ആയുധമാണ് ഉപയോഗിച്ചത്? ലാത്തിയല്ല, എന്ത് ആയുധം ഉപയോഗിച്ചത്? ലാത്തി അത് ആയുധമല്ലേ? പോലീസ് അത് ഉപയോഗിക്കുന്ന ആയുധമാണോ? പോലീസ് ഉപയോഗിക്കുന്ന ആയുധമാണോ അത്? പോലീസ് ഉപയോഗിക്കാൻ ഗൺമാൻ ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണോ? താങ്കൾ പറ, ചോദിച്ച താങ്കൾ തന്നെ പറ. ഗൺമാൻ അതെങ്ങനെ? ഗൺമാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് വേണ്ടത്. മുഖ്യമന്ത്രി അല്ല, നാൽപ്പാടി വാസം അല്ലല്ലോ. ഇപ്പൊ പിണറായി വിജയനെ പറ്റിയല്ലേ പറഞ്ഞത്? അല്ലല്ല, പിണറായി വിജയൻ അല്ലല്ല, പിണറായി വിജയനെ പറ്റിയല്ലേ പറഞ്ഞത്? പിണറായി വിജയനെ പറ്റിയാണ് പറഞ്ഞത്. പിണറായി വിജയൻ പോയി കഴിഞ്ഞിട്ട് പുറകെ വന്ന വണ്ടിയിൽ ഗൺമാൻ വന്ന് വടിയെടുത്ത് അടിക്കാൻ അയാൾക്ക് എന്ത് അവകാശം? അതിന്റെ പേര് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുരക്ഷ എങ്ങനെ? പിണറായി വിജയൻ പോയി കഴിഞ്ഞിട്ടാണ് സുരക്ഷ പഠിക്കണത്. അതാണ് മോനെ പഠിപ്പിച്ചു തന്നേക്കുന്ന ഗൺമാൻ. ഇന്നലെ ഈ യൂണിവേഴ്സിറ്റിയിലെ SFI സ്ഥാപിച്ച ബാനറുകളൊക്കെ തന്നെ ഈ ഗവർണർ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് ഗവർണർ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊന്നും ഗവർണറെ ന്യായീകരിക്കണമെന്നില്ലെന്ന്. ഗവർണർ വേറൊരു നാടകം നടത്തുന്നു, SFI വേറൊരു നാടകം നടത്തുന്നു. ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുമ്പോൾ എപ്പോഴും ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവും. ഗവൺമെന്റ് വല്ലാത്ത പ്രതിരോധത്തേക്കും അത് കഴിയുമ്പോൾ വേറെ പോകും. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിൽ കോൺഗ്രസിന്റെ അംഗങ്ങളും ഉൾപ്പെടുന്നു. ഞങ്ങൾ ആരും ഒരാളുടെ പേരും കൊടുത്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയോ UDFോ ഗവർണർക്ക് പേര് കൊടുക്കൂല, കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ കൊടുക്കുകയില്ല. ഞങ്ങൾ പിന്നെ അതിനെ വിമർശിക്കുമോ? ഗവർണർ നടത്തിയ നിയമനത്തെ ഞങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഞങ്ങളാരും ഒരാളുടെ പേരും കൊടുക്കും. അത് ആർക്കറിയാം? ഞങ്ങളാരും കൊടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുക്കാത്ത പേരുള്ള വേറെ വല്ലവരുടെ പേര് വന്നതിന് ഞങ്ങൾ എന്തിനു രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങളാരുടെ പേര് കൊടുത്തിട്ടില്ല കേട്ടോ.